Zara Golden Diamond, CPA Junction, Edavanna. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. മദ്യലഹരിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന 3 പേരെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോയ 4-അംഗ സംഘത്തെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിലാണ് സംഭവം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തട്ടി വണ്ടി തട്ടി അവിടെയൊക്കെ തട്ടി പോന്നിക്കാണ് ഓരോരുത്തരും. ഏതാ വണ്ടി ഇതോ? ഈ വണ്ടി തട്ടിയിട്ട് ആര് കെട്ടി? വള്ള ടീമാണോ? വള്ളാണോ? വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ്, ഭാര്യ രമണി, മകൻ നീരജ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. 10 വയസ്സുകാരനായ നീരജിന്റെ പരിക്ക് ഗുരുതരമാണ്. ഞായറാഴ്ച രാത്രി 8:30 വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് അപകടം. അപകടത്തെ തുടർന്ന് അമിത വേഗതയിൽ നിർത്താതെ പോയ കാർ നാട്ടുകാർ വണ്ടൂർ ജംഗ്ഷനിൽ വെച്ച് പിടികൂടിയിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ബാബുരാജും ഭാര്യയും മകനും വണ്ടൂർ നിംസ് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. 4-അംഗ സംഘം സഞ്ചരിച്ച കാർ തെറ്റായ ദിശയിലെത്തി ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ട ആളുകൾ പിന്തുടരുകയായിരുന്നു. തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് കാറിനെ പിടികൂടിയത്. ഇതിനിടെ മറ്റൊരു വാഹനത്തിനെയും ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ചിരുന്നു. മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. കാർ അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ആയിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്തോ ഒരു പ്രത്യേകമായിട്ടൊരു ലൈറ്റ് ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് ഒരു വണ്ടി ബാക്കിൽ നിന്ന് വരുന്ന എനിക്ക് തോന്നി. ഈ വണ്ടിന്റെ ഓവർ സ്പീഡാണത്. ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ നേരിക്കാണ് ആ വണ്ടി വരുന്നത്. ഓടിക്കുന്ന ആളോട് വേഗം വണ്ടി സൈഡാക്കാൻ ഞാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് അയാൾ വണ്ടി സൈഡാക്കുന്നതോടുകൂടി ഞങ്ങളെ കവർ ചെയ്ത് പോവുകയാണെ വണ്ടി. ആ സമയത്താണ് ഒരു സ്കൂട്ടി എഡ്ജ് ലൈനിന്റെ അപ്പുറം കടന്നാണ് വരുന്നതെന്നാണ് എന്റെ കാഴ്ചപ്പാടില്ല. അത്രയും സ്ലോയിൽ വരികയാണ്. അതിലൊരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. ഈ വണ്ടി നിർത്താതെ വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചിയിട്ടാണ് പോണത്. ഇതിൽ എന്തൊക്കെയോ ഇതിന്റെ ഉള്ളിലിരുന്ന് ഇവരെ അട്ടഹാസം ചെയ്യുന്നുണ്ട്, ഒച്ചയിടുന്നുണ്ട്. എത്ര ആൾക്കാരുണ്ട് നമുക്കറിയില്ല. ആ വണ്ടി നേരിട്ട് പോന്നു. ഞാൻ ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ കുട്ടീൻ്റെ അടുത്ത് ചെന്നപ്പോൾ രംഗതാ കണ്ട് ഈ കുട്ടീൻ്റെ കാലൊക്കെ പൊളിഞ്ഞു കിടക്കണ്ടേ. അപ്പത്തിന് ആൾക്കാർ കൂടി വണ്ടിക്കാരൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി കയറിയിട്ട്, ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടപ്പോഴാണ് വണ്ടൂർ വെച്ചിട്ട്
ഇവരെ പിടിച്ച്. അപ്പൊ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഇരുന്നു, നിങ്ങൾ ആ കുട്ടീനെ നോക്കിക്കൊള്ളുന്ന കുറച്ച് ആൾക്കാരോടും കുറച്ച് ബൈക്കിൽ വന്ന ആൾക്കാരോട് എന്റെ പുറകെ വരാൻ ഞാൻ അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ പോയിട്ട് അവരെ പിടിക്കുന്ന പറഞ്ഞു. അത്രയും ഒരു വേഗതയിൽ ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോൾ വണ്ടൂരിലെ നല്ലവരായ മനുഷ്യർ ഡ്രൈവേഴ്സും അവിടുത്തെ ആൾക്കാരും കൂടിയിട്ട് അവനെ തടുത്ത് നിർത്തിയേ കണ്ടു. അപ്പൊ ചോദിച്ചപ്പോഴാണ് ഇന്ന വണ്ടിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഡ്രൈവർ എന്ന രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കോടതിയിൽ വരികയാണെങ്കിലും ശരി, ഇതിന്റെ സത്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ്. ഇവനോട് ഞാൻ ഇത് പറഞ്ഞു സ്റ്റേഷനിൽ ചോദിച്ച സമയത്ത് ഓൻ പറഞ്ഞത് ഓനൊക്കെ റോങ്ങിൽ വന്ന് തട്ടിയാണ് എന്നാണ് എന്നോട് ആ ഡ്രൈവർ പറഞ്ഞത്. അപ്പോഴും നല്ല മാലിലാണ്. ഓൻ അംഗീകരിക്കണില്ല, ന്യായീകരിക്കുകയാണ്. ഓല ഡ്രൈവിംഗ് നല്ലത് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഡ്രൈവർമാരെ ലൈസൻസുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആജീവനാന്തം ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായമാണ്. ഞാനൊരു ഡ്രൈവറായി, ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നതും എൻ്റെ കുട്ടികളെ വളർത്തുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും എല്ലാം ഈ ലൈസൻസിന് കൊണ്ടാണ്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും നാട്ടുകാർ വണ്ടൂർ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നീരജിന്റെ വലതുകാലിലെ തുട മുറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുകയും ഞരമ്പ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. രമണിയുടെ വലതുകാലിന്റെ മുട്ടിന് ഒടിവും ചതവും പറ്റിയിട്ടുണ്ട്. ബാബുരാജിന്റെ പരിക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ടിക്കാട് ആക്കപ്പറമ്പ് സ്വദേശി പൂഞ്ചേരി അനിരുദ്ധന്റെ പേരിൽ മദ്യപിച്ച് വാഹനമോടിക്കൽ, ഗുരുതരമായ രീതിയിൽ വാഹനം ഓടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.